മുംതാസ് എന്നാണ് പേര്. അപ്പോൾ നിങ്ങളാണ് എല്ലാ വാർത്തകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എന്തിനാണ് KSRTC ബസ്സിൻ്റെ ചില്ലടിച്ച് തകർത്തത്? ഞാൻ ആദ്യം തന്നെ എന്തായാലും ഒരു കാര്യം പറയാം. അവരുടെ അടുത്ത് ഞാൻ ഈ ഒരു പ്രശ്നത്തിന് ഞാൻ ഓൾറെഡി മാപ്പ് പറഞ്ഞതാണ്. ഇതിനുള്ളൊരു ഫൈനും നമ്മൾ കെട്ടിവെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യുകയല്ല. ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു പാനിക് ഫ്രസ്ട്രേഷനിൽ പറ്റിപ്പോയൊരു അബദ്ധമാണ്. അപ്പം ഞാൻ ഒരിക്കലും ഇതിനെ ഓവറായിട്ട് ജസ്റ്റിഫൈ ചെയ്ത് എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നോ അതൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷനിൽ പറ്റിപ്പോയിട്ടുള്ളൊരു അബദ്ധമാണ്. അപ്പോൾ അതിനുള്ള ഫൈനും ഞാൻ ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. ഈ പ്രശ്നവും സോൾവ് ആയിട്ടുള്ളതായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസമാണ് വീഡിയോ വരുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സൈബർ ബുള്ളിങ് ആണ്. ഈ ഒരു കേസിനെ ഇവർ പലതുമായിട്ടും കോറിലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിട്ട വസ്ത്രവും അല്ലെങ്കിൽ എൻ്റെ ഒരു ഇതുമെല്ലാം വെച്ചിട്ട് അവർ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ് ഇപ്പം സ്ത്രീകളെന്ന് പറയുന്നത്. അപ്പം അവർക്ക് ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ എന്തിനാണ് ഇതിൽ മതം കുത്തിക്കയറ്റേണ്ട ആവശ്യം? എൻ്റെ വസ്ത്രമാണോ നിങ്ങളുടെ പ്രശ്നം? പണ്ടൊരു ട്രോൾ ഉണ്ടായിരുന്നു ഫുട്ബോളിൽ, എൻ്റെ നിറമാണോ നിങ്ങളുടെ പ്രശ്നം? ആരാണെന്ന് എന്താണെന്ന് ഫുട്ബോൾ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അതേപോലെയാണ് എൻ്റെ വസ്ത്രമാണോ നിങ്ങളുടെ പ്രശ്നം? എന്തിനാണ് ഇതിൽ മതം കുത്തിക്കയറ്റേണ്ട ആവശ്യം? ഒരു ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം, അതിൽ 10-100 ആൾക്കാരുണ്ടാവും. ആ ഇതിൽ ഒരു പെണ്ണിന് പെട്ടെന്ന് ഒരു മാനസികമായിട്ടുള്ള അസ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു മലയാളത്തിൽ തൂറാൻ കിട്ടി. അപ്പോൾ ബസ്സുകാരോട് നിർത്താൻ പറഞ്ഞു. ബസ്സുകാർ നിർത്തി കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ബസ് ബൈപ്പാസ് കൂടെ പോകുന്നു. ബൈപ്പാസിൽ പെട്ടെന്ന് നിർത്താനുള്ളല്ലോ. പിന്നെ സ്റ്റോപ്പ് ഉണ്ടായിട്ട് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബസ്സുകാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കണം. അത് വേറെ കാര്യം. പക്ഷെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ബസ് സ്റ്റോപ്പില്ല ഉണ്ടോ ഇല്ല എന്നൊന്നും വിഷയമല്ല. പക്ഷെ ബസ് നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ സെൽഫി വീഡിയോ ഓണാക്കി അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ഓണാക്കിയിട്ട് ആ വീഡിയോ മുഴുവൻ സ്വന്തം ഫോണിൽ ഷൂട്ട് ചെയ്തു. അത് കണ്ടിട്ട് വേറെ ക്യാമറ ഓണാക്കി. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ ആ പെണ്ണ് ക്യാമറ ഓൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും ക്യാമറ ഓൺ ആക്കില്ല. അത് ആ ഫൈനുമ തീരും, അടിച്ചു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. പക്ഷേ അതൊന്നും നല്ല വിഷയം. ഇത് വീഡിയോ എടുത്തിട്ട് വെറുതെ കുറേ ഇംഗ്ലീഷും അവസാനം എന്നിട്ട് ബസ്സിൻ്റെ ചില്ല് അടിച്ചൊട്ടിച്ചു. ഇതിലെന്തിനാണ് മതത്തിന് എന്താണ് ഇതിലെ റോള്? മനസ്സിലാവണില്ല. അറിയാത്തോണ്ട് ചോദിക്കണേ. ഏതിലും മതം കുത്തിക്കയറ്റേണ്ട ഒരു ആവശ്യമില്ല. സംഭവിച്ചാൽ എല്ലാവരും ഉള്ളിലും വർഗീയത കുറച്ചിട്ടായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു ഉദാഹരണങ്ങളാണിത്. ഏതിലും മതം അങ്ങനെ കമൻറ്റ് എഴുതേണ്ട എത്ര ആളുണ്ടാവും. തീരെ കഥയില്ലാത്തൊരു വർത്താനാണത്. എന്താണ് ബസ്സിലെന്ന് സംഭവിച്ചത്? ഇത്രയും പ്രകോപനം ഉണ്ടാകാൻ എന്താ കാരണം? ബസ്സിൽ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു ഒന്ന് നിർത്തി തരാൻ വേണ്ടി. എവിടെ വെച്ചാൽ ബസ് കയറിയത്? ഞാൻ കോട്ടയ്ക്കൽ വെച്ചിട്ടാണ് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഴിക്കോടേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഞാൻ കോഴിക്കോട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ഇവിടെ ഒന്ന് നിർത്തി തരുമെന്ന് ചോദിച്ചു. ലുലുവിൻ്റെ സൈഡിൽ നിർത്തി തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ലുലുവിൽ അവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാൽ മിംസിൻ്റെ അവിടെ നിർത്തി തരും, അതൊരു സ്റ്റോപ്പാണല്ലോ, അങ്ങനെ നിർത്തി തരാൻ പറ്റുമോ? അപ്പോഴും പറ്റില്ലെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും അധികം ഇതായി നിൽക്കുന്ന സമയത്ത് ചുറ്റിക്കെടുത്തിട്ട് ഗ്ലാസ്സൊക്കെ തച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേക്കാരം ഒരു മാനസികാവസ്ഥ? ബസ് എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രൈവറ്റ് സ്വത്തൊന്നുമല്ല, അത് ഗവൺമെൻറ്റിൻ്റെ ആണ്. ഗവൺമെൻറ്റിൻ്റെ സ്വത്താകുമ്പോൾ അതിൽ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓരോന്നും, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ രാവിലെ നീച്ചിട്ട് പല്ല് തേക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങേണ്ട വരെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്ത് പറയുന്ന എന്ന് വെച്ചാൽ ഇങ്ങനെ വീഡിയോസ് ഇട്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഓളല്ല ഇട്ടിട്ടുള്ളത്, വേറൊരാൾ ഇട്ടിട്ടുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് ആ വേറൊരാൾ ക്യാമറ ഓണാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവളും ഇതേപോലെ വീഡിയോസിൽ മൊബൈലിൽ വീഡിയോ ഓണാക്കി ക്യാമറ ഇങ്ങനെ പിടിക്കുന്നുണ്ട്, നിങ്ങൾ കാണില്ലേ? അപ്പോൾ അത് കണ്ടിട്ട് വേറെയുള്ളൊരു ക്യാമറ ഓണാക്കി. ഇപ്പോൾ ഓൾ ആ ക്യാമറ ഓണാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ആരും അറിയില്ല. ആ ഫൈന് 25,000 രൂപ ഫൈൻ വന്നിട്ടുണ്ട്. ആ ഫൈൻ അടിച്ചിട്ട് കേസ് ക്ലോസ് ആവും. ഒരു കുട്ടി പോലും അറിയില്ല. പക്ഷേ ഇത് മൊത്തം അറിഞ്ഞ് നാറ്റക്കേസായില്ലേ? കാരണം എന്താ, എന്തിനാണ് ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഈ ഫോണിൽ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണേ? ശരിക്ക് പറഞ്ഞാൽ മതി, അങ്ങനെ കണ്ടക്ടറെ ഇറക്കിയിട്ടില്ല, സ്റ്റോപ്പ് ഉണ്ടായിട്ടും കണ്ടക്ടറോ അല്ലെങ്കിൽ ഡ്രൈവറോ ഇറക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള കേസും നടപടികളും ഉണ്ടാവണം കേട്ടോ. കാരണം സതീഷ് ചേട്ടനാണ് മുഖ്യമന്ത്രി. അല്ല, പറയുന്നതെന്ന് വെച്ചാൽ KSRTCയിൽ ഫ്രീ യാത്ര ഒക്കെ കൊടുക്കുന്ന ഈ ഒരു കാലത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന പറഞ്ഞാൽ മോശമാണ്. അതായത് ഓരോ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ചുറ്റിക്കൊക്കെ എടുത്ത് ചില്ലൊക്കെ അടിച്ച് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചില്ലറ മാനസികാവസ്ഥ ഒന്നും ആവില്ലല്ലോ. അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതായാലും തെറ്റ് പറ്റിയത് ക്ഷമാപണമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ എത്തി. ഇനിയിപ്പോൾ മരിക്കോളത് കാണേണ്ടി വരും.
അതാ പറഞ്ഞത്, ഈ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അപ്ലോഡ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും അത്ര അർജൻറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ കിട്ടാൽ പോരെ. എന്തിനാണ് വെറുതെ ഇതിങ്ങനെ പുട്ടിന് തേങ്ങടണ പോലെ എല്ലാം സോഷ്യൽ മീഡിയയിലിട്ട് അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നത്? അപ്പോൾ ഇതിലത്രേ ഉള്ളൂ. ഏതായാലും ആ കുട്ടി ക്ഷമാപണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ പിന്നാലെ പോകണ്ടെന്നേ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കുറേ ആൾക്കാർ ഇനിയും പിന്നാലെ പോകും. നമുക്ക് ഈ ഒരു വിഷയത്തിൽ അത്രേ പറയാനുള്ളൂ. സ്റ്റോപ്പ് ഉണ്ടായിട്ട് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒരു ബോധിപ്പിക്കണം. പക്ഷേ ഇല്ലാത്ത സ്ഥലത്ത് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇങ്ങനത്തെ അർജൻറ്റ് കേസ് വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി പോകാന്നുള്ളതാണ് മര്യാദ. അത്രേ ഉള്ളൂ, അത്രയധികം പറയാനുള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ പറ്റില്ലെന്ന് കുറേ പ്രാവശ്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് എമർജൻസി എക്സിറ്റ് യൂസ് ചെയ്യാല്ലാണ്ട് വേറെ നിവർത്തിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയായിരുന്നു, വേറെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു സപ്പോർട്ട് ഇല്ലാത്തൊരു രീതിയിലാണ്. അപ്പം നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ട്രിഗറായിട്ട് എന്താണെന്നുള്ളൊരു ഇതിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ല. അതുകൊണ്ട് അവളുടെ കൂടെ സപ്പോർട്ടിന് ആളുണ്ടാകണം. അത് ഭർത്താവുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മളിത് സംസാരിക്കുന്നത് സുനിത വില്യംസ് സ്പേസിൽ മാസങ്ങളോളം താമസിച്ച് തിരിച്ചു വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സ്ത്രീ ഒറ്റയ്ക്ക് സ്വന്തമായിരുന്നു പോയത്. ഇല്ല, കൂടെ വേറൊരു പുരുഷനുണ്ടായിരുന്നു. രണ്ടാളാണോ? സുരക്ഷിതമല്ല എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്ന എല്ലാ പെണ്ണിനും അപകടം ഉണ്ടാകും എന്നും അല്ലല്ലോ. നമ്മൾ ലൈസൻസ് എടുത്ത് പോകുന്നത് എപ്പോഴെങ്കിലും പോലീസ് കൈകാട്ടെന്ന് വിചാരിച്ചിട്ടല്ല. അപ്പോൾ അത് ഇൻസ്ട്രക്ഷൻ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ യു ഷുഡ് ഹാവ് ദ ലൈസൻസ് വിത്ത് യു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്ന് ഇസ്ലാം മാത്രമല്ലല്ലോ, അമ്മ പറഞ്ഞിട്ടില്ലേ സിനിമാ നടികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന്. കാരണം അത് അപകടം. സെക്യൂരിറ്റി സിസ്റ്റം അത് വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ പോളിസി ഉണ്ടാകും. ഇസ്ലാമിൽ അങ്ങനെ ഒരു പോളിസി. ഞാനത് ഇതിൽ ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച, പക്ഷെ എന്താ അറിയോ, ഓള് ആ മാതൃഭൂമി ന്യൂസോ മനോരമ ന്യൂസോ ഏതൊരു ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയാം, എൻ്റെ ഈ ഒരു വേഷം നോക്കിയിട്ട് ആൾക്കാർ എന്നെ വേറെ രീതിയിൽ എന്തോ വർഗീയപരമായിട്ടെന്നൊക്കെ പറയാം. അതായത് വെറുതെ ഒരാവശ്യമില്ലാതെ മതത്തിന് എന്തിക്കാണ് തിരികി. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മതത്തിൻ്റെ യഥാർത്ഥ നിയമം കേട്ടില്ലേ, ഇതാണുള്ളത്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നടക്കുമ്പോഴേ അതിനൊക്കെ ഒരു പ്രസക്തി ഉണ്ടാവുള്ളൂ. അല്ല, ഇപ്പം നമ്മളെ വിഷയം അതൊന്നല്ല. പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ലോകം മൊത്തം അറിയും. ഇതിനു മുമ്പ് ഒരു കേസ് നിങ്ങൾക്കറിയാം, ഷിംജിതിൻ്റെ. ഷിംജിത് ഇപ്പോൾ എവിടെ കാര്യങ്ങളൊന്നും കുറേ പോസ്റ്റും കാര്യങ്ങളും കണ്ട് ആരും മൈൻഡ് ചെയ്യണം, അത് വേറെ കാര്യം. പക്ഷെ അതേപോലെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും ഇങ്ങനെ ഫോൺ എടുത്ത് കണ്ട് ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് അതിന്മേൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണിത്. ഇപ്പോൾ പണ്ട് നിങ്ങൾ ആലോചിച്ചത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ കയ്യിൽ ഒരു നോക്കിയൻ്റെ ഒരു N73 ഇല്ലേനോ, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പൊന്തുണ്ട ആ ഒരു ഫോണൊക്കെ എന്നുണ്ടെങ്കിൽ ആരും ഈ പണിക്ക് നിൽക്കില്ല. ശരിക്കും ആ കാലം മതിയത്. കാരണം ഇപ്പം എല്ലാവരും എന്ത് റോട്ടിലൊരു നായ നടന്നു പോയാൽ പോലും അത് വീഡിയോ എടുത്ത് കാണുന്ന സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യേണ്ട കാലത്താണ്. അപ്പോൾ കുറച്ചൊക്കെ നോക്കി കണ്ട് നടക്കണം, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്രേ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു സംഭവം ഇങ്ങൾക്കായാലും നമുക്കായാലും ഓൾക്കായാലും എല്ലാവർക്കും വൺസ് അപ്പോൺ എ ലൈഫ് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കുറച്ചൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞോളൂ. അതായത് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നാളെ പലർക്കും സംഭവിക്കും. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും, ബസ്സിൽ വെച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടായതിന് വലിയൊരു ഇടങ്ങാറാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടുമ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നതല്ലേ, ആ സ്റ്റോപ്പിൽ മാന്യമായിട്ടാണ് ഇറങ്ങി പോകുക, അത്രേ ഉള്ളൂ. സ്റ്റോപ്പില്ലാത്ത സ്ഥലത്ത് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് ഏത് ബസ്സായി കഴിഞ്ഞാലും. കാരണം ബസ്സിന് ഓരോ ടൈമിംഗ് ഉണ്ട്, ആ ടൈമിങ്ങിനനുസരിച്ചാണ് ഓരോ ബസ്സുകളും പോകുന്നത്. അങ്ങനെ എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടി 10-15 മിനിറ്റ് നിർത്തി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ബസ് വ്യവസായം പൂട്ടേണ്ടി വരും. പിന്നെ ഓരോ കുടുംബം പട്ടിണിയിലാവും. അപ്പോൾ ഇതേപോലുള്ള അവസ്ഥകൾ ബസ്സിൽ വെച്ചുണ്ടായി കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, അത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇത്രേ ചെയ്യുക, അടുത്ത സ്റ്റോപ്പിൽ മാന്യമായിട്ട് ഇറക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഇറക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബസ് നിർത്തും, ചില ബസ് നിർത്തില്ല. അങ്ങനെ നിർത്താത്ത ബസ് ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി പോവാം. എന്നിട്ട് ഇറങ്ങി പോകുമ്പോൾ അവിടെ ഹോട്ടലോ അങ്ങനെ വല്ല മാളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബാത്റൂമുള്ള ഏതെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് പരിപാടി നടത്തുക, അത്രയധികം ചെയ്യാനുള്ളൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ എടുത്ത് ഇൻ്റർവ്യൂസ്. ഇനിയിപ്പോൾ നാളെ ഒരു സെലിബ്രിറ്റി ആവും, അത് അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ വരുന്നത്. അപ്പോൾ ഓക്കെ എന്നാൽ